അപ്പോൾ ഹായ് ഓൾ, നമ്മൾ CUT PG 2024 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പാർട്ട് 4 ആണ്, സെഷൻ 4 ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെഷൻ 4ലേക്ക് നമുക്ക് കടക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. 28th ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് ദി ആൽക്കലോയിഡ് ഹാവിംഗ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഒരു ആൽക്കലോയിഡിന് കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഓരോന്ന് വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്താവും പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് എ കൊക്ക ആൽക്കലോയിഡ് ഹാവിംഗ് മോളിക്കുലാർ ഫോർമുല C8H15NO. ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നാൽ നമുക്ക് ആദ്യം തന്നെ അതിന്റെ ഡബിൾ ബോണ്ട് ഇക്വാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. DBE എന്ന് പറയും, ഡബിൾ ബോണ്ട് ഇക്വാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡബിൾ ബോണ്ട് ഇക്വാലൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ നമ്പർ C+1, എത്ര കാർബൺ ഉണ്ടോ +1 കൊടുക്കാം, മൈനസ് കൊടുത്തിട്ട് ഹൈഡ്രജന്റെ നമ്പർ ആഡ് ചെയ്യുക, മൈനസ് ടോട്ടൽ ഓവറോൾ മൈനസ് കൊടുക്കാം. പിന്നെ ഹൈഡ്രജൻ പ്ലസ് ഹാലജൻ നമ്പർ ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ കൂടെ ആഡ് ചെയ്യുക. നൈട്രജന്റെ എത്ര നൈട്രജൻ ഉണ്ടോ അത് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ആണ് ഈ ഡബിൾ ബോണ്ട് ഇക്വാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്, C8H14NO ആണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കാർബണിന്റെ നമ്പർ ഇവിടെ തന്നിട്ട് 8 ആണ്. അപ്പൊ 8 + 1 വരും. പിന്നെ ഓവറോൾ ഒരു മൈനസ് കൊടുക്കാം. പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 15 ഹൈഡ്രജൻ ആണുള്ളത്. പിന്നെ ഒരു നൈട്രജൻ നമ്പർ ഹൈഡ്രജന്റെ നമ്പറുമായിട്ട് മൈനസ് ആണ് ചെയ്യേണ്ടത്. സോ 15 - 1/2 ആണ് ചെയ്യുക. അപ്പൊ ഇവിടെ 9 - 7 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ ഓവറോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഒന്നെങ്കിൽ 2 അൺസാച്ചുറേഷൻ സൈഡ്സ് ആണുള്ളത്. അത് വേണമെങ്കിൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു റിങ്ങിനും ഒരു അൺസാച്ചുറേഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനിലും കുറെ അൺസാച്ചുറേറ്റഡ് സൈഡ്സ് ഉണ്ട്. അതായത് സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഡബിൾ ബോണ്ട്സ് കാണാം, പിന്നെ ഒരു റിങ് കാണാം, പിന്നെ ഒരു റിങ് കാണാം. അപ്പൊ അവിടുത്തെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കൂടുതലാണ്. പിന്നെ ഫോർത്ത് ഓപ്ഷൻ നോക്കുമ്പോഴും നമുക്ക് കാണാം 2 റിങ് ഉണ്ട്, പിന്നെ 3 ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ അവിടെയും അൺസാച്ചുറേഷൻ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റും തേർഡും ഓപ്ഷൻ നോക്കുമ്പോൾ അവിടെ ഒരു റിങ് ഉണ്ട്. ആ റിങ്ങിന് അപ്പൊ നമുക്ക് അവിടെ 1 കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു റിങ്ങിന് 1 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. പിന്നെ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്, അത് നെക്സ്റ്റ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. അപ്പോൾ 1 or 3 ആണ് നമ്മുടെ ആൻസർ. പിന്നെ ആസ് എ ഫ്രീ ബേസ് ഇറ്റ് റാപ്പിഡ്ലി റെസമൈസസ്, അത് പെട്ടെന്ന് റെസമൈസ് ചെയ്യും. രണ്ടും നൈട്രജൻ ബേസ് ആണ്, അത് റെസമൈസ് ചെയ്യും. അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ്സ് റിയാക്ഷൻ ഷോ പ്രസൻസ് ഓഫ് കീറ്റോ ഗ്രൂപ്പ് ആൻഡ് എ ടെർഷ്യറി നൈട്രജൻ ആറ്റം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനിലും തേർഡ് ഓപ്ഷനിലും നമുക്ക് ഒരു കീറ്റോ ഗ്രൂപ്പ് കാണാം. അതേപോലെ തന്നെ ഒരു ടെർഷ്യറി നൈട്രജൻ ആറ്റവും നമുക്ക് കാണാം. നൈട്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് വെറും N ആണ്, അതിലേക്ക് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതാണ് ടെർഷ്യറി നൈട്രജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബിന്നും സിന്നും നമുക്ക് ഈ 2 സ്ട്രക്ചറിൽ ഏതാന്ന് കാണാൻ പറ്റില്ല. പിന്നെ D നോക്കുക, synthesized by condensing gamma methyl aminobutyraldehyde with ethyl acetoacetate in buffered solution at pH 7. അതായത് ഈഥൈൽ അസറ്റോഅസറ്റേറ്റ് ഗാമ മീഥൈൽ അമിനോബ്യൂട്ടറാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം, ഇതാണ് ഈഥൈൽ അസറ്റോഅസറ്റേറ്റ്. ഈഥൈൽ അസറ്റോഅസറ്റേറ്റ് എന്ന് പറയുമ്പോൾ CH3CO CH2 COO CH3 ആണ്. അപ്പൊ ഇവിടെ നമുക്കുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് COCH3 ഗ്രൂപ്പ് നമുക്ക് ഈ സ്ട്രക്ചറിൽ കാണാൻ പറ്റും. ആ സ്ട്രക്ചറിൽ ഏത് സ്ട്രക്ചറിലാണോ COCH3 ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ളത് അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് കാണാം ഈ നൈട്രജൻ റിങ്ങിന്റെ അടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് CH2CO CH3 ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കാരണം ഈഥൈൽ അസറ്റോഅസറ്റേറ്റും ആയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ഒരു COCH3 ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷെ തേർഡ് ഓപ്ഷനിൽ നമുക്ക് COCH2 CH3 ഗ്രൂപ്പ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് റോങ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an electron is confined to move in a one-dimensional box of length 1 angstrom. Its energy in the first excited state is approximately. അപ്പോൾ ഒരു ഇലക്ട്രോണ് ഒരു 1 dimensional ബോക്സ്, അതായത് 1D ബോക്സിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്.
1D ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ആങ്സ്ട്രോം ആണ്. അപ്പൊ അതിന്റെ എനർജി ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലല്ല ചോദിച്ചത്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള അതിന്റെ എനർജി എത്രയായിരിക്കും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 1D ബോക്സിന്റെ ഇക്വേഷൻ, എനർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n²h²/8ml² ആണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n വാല്യൂ 2 ആയിരിക്കും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് 1 ആണ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n=2 ആയിരിക്കും. പിന്നെ എച്ചിന്റെ വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ 6.6 × 10⁻⁻34. പിന്നെ 8ml², 8 മാസ് ഓഫ് എൻ ഇലക്ട്രോൺ 9.1 × 10⁻31 ആണ്. പിന്നെ ലെങ്ത് ഓഫ് ദി ബോക്സ് എന്ന് പറയുന്നത് 1 ആങ്സ്ട്രോം ആണ്. അപ്പൊ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1 ആങ്സ്ട്രോം = 10⁻10 മീറ്റർ ആണ്. അപ്പൊ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 150.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 150.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ വരിക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. എന്നിന്റെ വാല്യൂ ഓർത്തിരിക്കുക. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ചോദിച്ചത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല. അപ്പൊ ഫസ്റ്റ് എന്ന് കാണുമ്പോൾ 1 എടുക്കാതിരിക്കുക, 2 എടുക്കുക. പിന്നെ ഇലക്ട്രോണിന്റെ മാസും പ്ലാങ്ക് കോൺസ്റ്റന്റും അറിയെങ്കിൽ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്ന ഈ ഇക്വേഷൻ കിട്ടും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following compound will have the highest order of reactivity towards electrophilic substitution reaction? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് ആണ്. അതായത് ആ വരുന്ന കോമ്പൗണ്ടിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ നമ്മുടെ സബ്സ്ട്രേറ്റിൽ എത്ര നെഗറ്റീവ് ചാർജ് കൂടുന്നോ അത്രയും അതിന്റെ റിയാക്ടിവിറ്റി കൂടും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ കാണാം ഈ ഓക്സിജൻ ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ നെഗറ്റീവ് ചാർജ് അതിന് ഈസിലി ആയിട്ട് റിംഗിലേക്ക് കൊടുക്കാൻ പറ്റും. ബാക്കി എല്ലാത്തിനും COOCH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അത് ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും. അപ്പൊ ഒരു ഇലക്ട്രോഫൈൽ വന്നാൽ അതിന് കൊടുക്കാൻ ആവശ്യത്തിന് ഇലക്ട്രോൺ റിംഗിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ഇവിടെ ഓക്സിജന് ഡയറക്ട്ലി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോഫൈൽ വന്നാൽ ആ സബ്സ്ട്രേറ്റിന് പെട്ടെന്ന് ആ ഇലക്ട്രോഫൈലിനോട് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ, ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക സെക്കൻഡ് സബ്സ്ട്രേറ്റിനെയാണ്. കാരണം അത് വളരെ ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് വന്നാൽ അതിന് പെട്ടെന്ന് ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ എഫക്റ്റീവ് atomic number of the complex CONH3 6 times 3+. ഇവിടെ ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, കൊബാൾട്ടിന്റെ കോമ്പൗണ്ട് ആണ്. കൊബാൾട്ട് 6 അമോണിയ ലിഗാൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സിന് ഓവറോൾ ഒരു 3+ ചാർജ് ആണ് ഉള്ളത്. അപ്പൊ ഇത് ആദ്യമായിട്ട് നമ്മൾ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാണണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ കാണാം. അപ്പോൾ സ്കാൻഡിയത്തിന്റെ 21, സ്കാൻഡിയം, ടൈറ്റാനിയം, പെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്. അപ്പോൾ കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ എഫക്റ്റീവ് ഇലക്ട്രോൺ നമ്പർ കാണണമെങ്കിൽ 27+. ഓരോ അമോണിയ ലിഗാൻഡും 2 ഇലക്ട്രോൺ ആണ് കൊടുക്കുക. അപ്പൊ 2 × 6 വരും. 2 × 6 -3. ഇവിടെ ഓവറോൾ കോംപ്ലക്സിന് ഒരു +3 ചാർജ് ഉണ്ട്. അപ്പൊ നമ്മൾ 3 ഇലക്ട്രോൺസ് കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പൊ -3 ചെയ്യാം. അപ്പൊ 27 + 12 -3 ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഓഫ് ദി കോംപ്ലക്സ് ഈസ് ഈക്വൽ ടു 36 കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ 36 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the write the product A in the following reaction? അപ്പോൾ ഇവിടെ നാഫ്തലീൻ, 2 ബെൻസീൻ റിംഗ് ഉള്ള കോംപ്ലക്സ് ആയിട്ടുള്ള നാഫ്തലീന് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യാണ്. ആ ടെമ്പറേച്ചറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, 160 ഡിഗ്രി. ആ 160 ഡിഗ്രിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, സൾഫോണേഷൻ, ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫോണേഷൻ ആണ് നടക്കുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ സൾഫോണേഷൻ ഓഫ് നാഫ്തലീൻ അറ്റ് 60 ഡിഗ്രി ഗിവ് 1 നാഫ്തലീൻ. അതായത് ഈ ടെമ്പറേച്ചർ ഇപ്പൊ നമുക്ക് 60 ഡിഗ്രി ആണ് തന്നതെന്ന് വെച്ചാൽ മോണോ സൾഫോണേഷൻ മാത്രമേ നടക്കുള്ളൂ. അതായത് ഒരു HSO3 ഗ്രൂപ്പ് മാത്രമേ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്യുള്ളൂ.
അപ്പോൾ 60 ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള 1 നാഫ്തലീൻ സൾഫോണിക് ആസിഡ് ആയിരിക്കും കിട്ടുക. പക്ഷെ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 160 ഡിഗ്രി ആണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ ഓഫ് നാഫ്തലീനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് 1 ആയിരിക്കും. 2 നാഫ്തലീൻ സൾഫോണിക് ആസിഡ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 നാഫ്തലീൻ സൾഫോണിക് ആസിഡ്, ഓപ്ഷൻ നമ്പർ 2. ഇനി നെക്സ്റ്റ്, ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്. ഒരു സിലിക്കേറ്റിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്തായിരിക്കും? അതായത് ഒരു സിലിക്കൺ ഉണ്ടാവും, ഒരു ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. നമ്മൾ സിലിക്കേറ്റ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഒരു ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ 4 ഓക്സിജൻ ഉണ്ടാവും. ഓരോ ഓക്സിജനും ഓരോ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. സെൻട്രൽ ആയിട്ട് ഒരു സിലിക്കൺ ആറ്റം ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ്, സിലിക്കൺ സെൻട്രൽ ഉണ്ടാവും, പിന്നെ ഓരോ ടെട്രാഹൈഡ് ഓരോ കോർണറിലും ഓരോ ഓക്സിജൻ ഉണ്ടാവും. ഓരോ ഓക്സിജനും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് SiO4 4- ആണ് ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്. അപ്പൊ ഓപ്ഷൻ നമ്പർ 4 SiO4 4- ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the conductometric titration of hydrochloric acid against ammonium hydroxide. അപ്പോൾ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ നടക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് വളരെ ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അതൊരു സ്ട്രോങ് ആസിഡ് ആണ്. ബട്ട് ബേസ് ആയിട്ടുള്ള അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് വീക്ക് ആണ്. അതായത് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് റിയാക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ തന്നിട്ട് ഏതാണ് റൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ കണ്ടക്ടൻസ് ഇൻക്രീസസ് ടിൽ ദ എൻഡ് പോയിന്റ് with the volume of NH4OH added. Second option, the conductance remains more or less constant till the end point. The conductance remains more or less constant after the end point. The conductance increases after the end point with the volume of NH4OH added. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ ഡിഫറെന്റ് കേർവ്സ് ആണ് ഉള്ളത്. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ്, വീക്ക് ബേസ്, സ്ട്രോങ് ബേസ്, വീക്ക് ബേസ്, വീക്ക് ബേസ്, വീക്ക് ആസിഡ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണുള്ളത്. അപ്പൊ സെക്കൻഡ് ഗ്രാഫ് ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ആഡ് കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ കണ്ടക്ടൻസ് കുറയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു എൻഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് പോവുക. അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് റൈറ്റ്. ദി കണ്ടക്ടൻസ് റിമെയിൻസ് മോർ ഓർ ലെസ് കോൺസ്റ്റന്റ് ആഫ്റ്റർ ദി എൻഡ് പോയിന്റ്. എൻഡ് പോയിന്റ് എത്തുന്നത് വരെ കണ്ടക്ടൻസ് കുറയും. ആഫ്റ്റർ ദി എൻഡ് പോയിന്റ് മോർ ഓർ ലെസ് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the stability of the species Li2, Li2 minus, Li2 plus increases in the order. ഈ 3 കോംപ്ലക്സസ് സ്പീഷീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Li2, Li2 മൈനസും Li2 പ്ലസും. അതിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ Li2ന് നമ്മൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ലിഥിയത്തിന് 3 ഇലക്ട്രോൺ ആണുള്ളത്. 3 + 3 6. പിന്നെ Li2 പ്ലസിന് 3 + 3 -1, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഒരു -1 ഇലക്ട്രോൺ നമ്മൾ കളയുക. അപ്പൊ 5 ആണ് ടോട്ടൽ ഇലക്ട്രോൺസ് ഉണ്ടാവുക. പിന്നെ Li2 മൈനസിന് 3 + 3 പ്ലസ് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, കാരണം ഒരു നെഗറ്റീവ് ചാർജ് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ 7 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ Li2ന് σ1s2, σ*1s2, σ2s2 ആണ് വരിക. അപ്പൊ ബോണ്ട് ഓർഡർ കിട്ടുക എന്ന് പറയുന്നത്, ബോണ്ട് ഓർഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ bonding molecular orbital മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ബൈ 2 ആണ് വരിക. അപ്പൊ ബോണ്ടിങ്ങിൽ ഇവിടെ 4 ഉണ്ട്, ആന്റി ബോണ്ടിങ്ങിൽ 2 ഉണ്ട്. അപ്പൊ സോ 4 - 2/2 നമുക്ക് ഇവിടെ 1 കിട്ടും. പിന്നെ Li2 പ്ലസിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് σ1s2, σ*1s2, σ2s1 ആണ് വരിക. അവിടെ ബോണ്ട് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.5 ആണ് വരിക. അപ്പൊ Li2 മൈനസിന്റെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ 0.5 ആണ് കിട്ടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പായി. എന്തിനാണ്? ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടുന്നതാണല്ലോ. അപ്പൊ 1 ഉള്ള Li2 ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. അപ്പൊ ഇതിൽ Li2 പ്ലസിലും Li2 മൈനസിനും സെയിം ബോണ്ട് ഓർഡർ ആണ് 0.5. അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ Li2
minus have more number of electrons in the anti-bonding orbital which destabilizes the species. അപ്പോൾ നമ്മൾ Li2 മൈനസ് നോക്കുമ്പോൾ 2 ഇലക്ട്രോൺസ് ആണുള്ളത് അതിന്റെ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ. അപ്പൊ അതാണ് ഏറ്റവും കുറവ് സ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മൾ ഓർഡർ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് Li2-നാണ്. പിന്നെ സ്റ്റെബിലിറ്റി ഉള്ളത് Li2 പ്ലസിനാണ്. ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ഉള്ളത് Li2 മൈനസിനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct order of the stability of different conformation of cyclohexane. ഒരു സൈക്ലോഹെക്സൈൻ്റെ ഡിഫറെന്റ് കൺഫർമേഷൻ്റെ ചെയർ, ഹാഫ് ചെയർ, ഹാഫ് ട്വിസ്റ്റ് ബോട്ട് അങ്ങനെ കുറെ കൺഫർമേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്ലോഹെക്സൈൻ. അതിന്റെ സ്റ്റെബിലിറ്റിയുടെ കൺഫർമേഷന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, എനർജി കുറയുന്നതിനനുസരിച്ച് ആ കൺഫർമേഷന്റെ സ്റ്റെബിലിറ്റി കൂടുന്നാണ് പറയാം. അപ്പൊ ഏറ്റവും കുറവ് എനർജി ഉള്ള ചെയർ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. സോ ചെയർ ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ. പിന്നെ ഏറ്റവും കുറവ് എനർജി ഉള്ളത് ട്വിസ്റ്റ് ബോട്ടിനാണ്. കാരണം നമുക്ക് ആ ഡിപ്പ് കാണാൻ പറ്റുന്നത്, അടുത്ത ഡിപ്പ് കാണാൻ പറ്റുന്നത് ട്വിസ്റ്റ് ബോട്ടിനാണ്. ഏറ്റവും അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞത് ഹാഫ് ചെയർ ആണ്. പിന്നെയുള്ള സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ബോട്ടിനാണ്. സോ എങ്ങനെ ഓർഡർ വരിക എന്ന് വെച്ചാൽ ചെയർ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ, പിന്നെ ട്വിസ്റ്റ് ബോട്ട് ആണ് പിന്നെയുള്ള സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്, പിന്നെ ബോട്ട് ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ഉള്ളത് ഹാഫ് ചെയറിനാണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഏറ്റവും കൂടുതൽ ചെയർ, പിന്നെ സി ദാറ്റ് ഈസ് ട്വിസ്റ്റ് ബോട്ട്, പിന്നെ ബി ബോട്ട് ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ഡി ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ 2 എ ഗ്രേറ്റർ ദാൻ, സി ഗ്രേറ്റർ ദാൻ, ബി ഗ്രേറ്റർ ദാൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അത്രയാണ് നമ്മുടെ സെഷൻ 3-ലുള്ളത്. താങ്ക് യു.